അയത്തുള്ള അലി ഖമൈനിക്ക് പകരമായി പുതിയ താൽക്കാലിക പിൻഗാമിയെ ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അയത്തുള്ള അറാഫിയാണ് പിൻഗാമി. അതോടൊപ്പം തന്നെ നമുക്കറിയാം UAE ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇറാന് എതിരായി നിൽക്കുന്നത് വിവേകത്തോടുകൂടി പെരുമാറൂ, അയൽ രാജ്യങ്ങളുടെ ശത്രുവാകാതിരിക്കൂ തുടങ്ങിയ താക്കീതുകൾ നൽകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ഒരു ആൾ അധികാര സ്ഥാനത്തേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിൻ്റെ ഒരു നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒരു സുപ്രീം കൗൺസിൽ രൂപീകരിച്ചിരിക്കുകയാണ് ഇറാൻ എന്നുള്ളതാണ്. അതിൽ 3 അംഗങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തുള്ള ഇറാൻ്റെ ഈ ക്ലർജിയിലെ, അതായത് ഇറാനിലെ പുരോഹിത വിഭാഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന സമിതി എന്നൊക്കെ വിളിക്കാവുന്ന ഗാർഡിയൻ കൗൺസിലിലെ ഒരു അംഗമായിട്ടുള്ള അയത്തുള്ള അലി റസ അറാഫിയാണ് അതിൽ പ്രധാനപ്പെട്ട അംഗം എന്നുള്ളതാണ്, ഇറാൻ്റെ ഗാർഡിയൻ കൗൺസിൽ അംഗം. അതോടൊപ്പം തന്നെ ഈ 3 അംഗ സമിതിയിലെ ഒരംഗവുമായിട്ട് അദ്ദേഹം വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചൊരു ആത്മീയ നേതാവ് എന്ന നിലയിൽ, ഇറാൻ്റെ ഗാർഡിയൻ കൗൺസിൽ അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് തന്നെയാണ് ആ 3 അംഗ സമിതിയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെയാണ് ഇപ്പോൾ നിലവിലത്തെ ഒരു താൽക്കാലിക മേധാവിയായി തന്നെ വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റ് 2 പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ കൂടി ഈ സമിതിയുടെ ഭാഗമായിട്ടുണ്ട്. അതിൽ ഒറ്റൊരാളെന്ന് പറയുന്നത് ജുഡീഷ്യറി ചീഫായിട്ടുള്ള ഗൊലാം ഹൊസൈനി എജയ് എന്ന് പറയുന്ന ആളാണ്. അതോടൊപ്പം തന്നെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് ഫഷിക്കാനും ഈ ടെമ്പററി കൗൺസിലിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്ന 3 ആളുകളാണ് ഇപ്പോൾ ഇറാനെ താൽക്കാലികമായി നയിക്കുന്ന ആ സമിതിയിലുള്ളത്. അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമി ആരെന്നുള്ള പ്രഖ്യാപനമടക്കം നടത്തേണ്ടത് ഈ സമിതിയാണ്. അപ്പോൾ സ്വാഭാവികമായും അലി റാസയ്ക്ക് തന്നെ ഇനിയുള്ള കാലത്ത് ഇറാനെ നയിക്കാൻ കഴിയുമെന്നടക്കമുള്ള ചർച്ചകൾ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. കാരണം ഇതിലൊക്കെ വളരെ നിർണായകമാകുക ഇറാൻ്റെ ഒരു എപ്പെക്സ് ബോഡി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഗാർഡിയൻ കൗൺസിലിലെ അംഗങ്ങളുടെ തീരുമാനത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. ഇറാൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഷിയൈറ്റ് കൾച്ചറിലുള്ള അല്ലെങ്കിൽ ഷിയൈറ്റ് ക്ലർജിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവരുടെ ആത്മീയമായിട്ടുള്ള ഏറ്റവും ഉയർന്ന ബോഡികളിലൊന്നാണ് ഗാർഡിയൻ കൗൺസിൽ. അവർ തീരുമാനമെടുക്കുന്നതിലൂടെ ആയിരിക്കും അന്തിമ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അന്തിമമായി അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമി ആരെന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുക. എന്തായാലും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെ ഈ UAE പോലെയുള്ള അല്ലെങ്കിൽ ഗൾഫ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി കാണേണ്ടിയിരിക്കുന്നു. അല്പസമയം മുമ്പ് UAE-യിലൊരു മന്ത്രിയുടെ ഒരു നിർണായകമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റായി നമുക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. UAE-യുടെ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രിയായിട്ടുള്ള റിം അൽ ഹാഷിമി പറഞ്ഞ CNN നൽകിയിട്ടുള്ള പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇനിയും ഉണ്ടായാൽ അത് ശക്തമായ രീതിയിലേക്ക് തങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ളതാണ് UAE-യിലെ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രിയായിട്ടുള്ള അൽ ഹാഷിമി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ GCC രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരാനിരിക്കെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഒരു സംയുക്തമായ തിരിച്ചടിക്ക് GCC രാജ്യങ്ങൾ ഇറാനെതിരെ ഒരു തിരിച്ചടിക്ക് കോപ്പ് കൂട്ടുന്നുവോ എന്നുള്ള സംശയങ്ങൾക്ക് കൂടി ബലപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അതോടൊപ്പമാണ് നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ അമേരിക്ക തങ്ങളുടെ ചില സൈനിക ബേസുകൾ ഒഴിയുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അവിടെയുള്ള പൗരന്മാരോട് എത്രയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അപ്പോൾ സ്വാഭാവികമായും GCC രാജ്യങ്ങളും ഇറാനുമായിട്ടുമൊക്കെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ആശങ്ക ഈ ഘട്ടത്തിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് രോഹിണി. എന്തായാലും മുൻപ് നമ്മൾ പലഘട്ടം എടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഹമാസ് അതിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിൽ. കാരണം തങ്ങൾക്ക് ആയുധമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും എല്ലാം വലിയ പിന്തുണ നൽകിയ ആളാണ് അയത്തുള്ള അലി ഖമേനി എന്നുള്ള കാര്യം അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്കയുടെയും ഇസ്രായേലിനെയും ഒക്കെ ക്ലെയിം അത് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഹമാസ് എന്നതുകൂടി ഇതിൽ കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ പറയുന്ന ഇസ്രായേലിലെ പലസ്തീനിലെ ഹമാസിനാണെങ്കിലും ശരി, ലെബനിലെ ഹിസ്ബുള്ളയ്ക്കാണെങ്കിലും ശരി, യമനിലെ ഹൂത്തി വിമതർക്കാണെങ്കിലും ശരി, ഇവർക്കെല്ലാം ആയുധവും അർത്ഥവും എല്ലാം നൽകി സഹായിച്ചു കൊണ്ടിരുന്നത് അവരെ ഈ പറയുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ പറഞ്ഞ് ഇളക്കി വിട്ടുകൊണ്ടിരുന്നതെല്ലാം അയത്തുള്ള അലി ഖമേനിയാണെന്നുള്ള ആരോപണങ്ങൾ പലവട്ടം ട്രംപും നെതന്യാഹുവും ഒക്കെ ഉയർത്തിയതാണ്. അപ്പോൾ ആ ആരോപണങ്ങളൊക്കെ ഒടുവിൽ ഇസ്രായേൽ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് പണം നൽകിയിരുന്നതും ആയുധം നൽകിയിരുന്നതുമെല്ലാം ഇറാനാണെന്നുള്ള കാര്യത്തിൽ അവർ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നു. അങ്ങനെ വളരെ സവിശേഷമായിട്ടുള്ള ചില തുറന്ന പ്രസ്താവനകൾ കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ വലിയ രീതിയിലുള്ള വിമർശനം ആഗോളതലത്തിൽ നിന്ന് തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അവരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചങ്ങാതികളായ തുർക്കിയും
സിറിയയുമൊക്കെ ഇറാനെ തള്ളി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. തുർക്കി പ്രസിഡന്റ് പറഞ്ഞത് ഈ GCC രാജ്യങ്ങളെ, തങ്ങളുടെ സഹോദര രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇറാന്റെ രീതി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളതാണ്. പാകിസ്ഥാനെ പോലെയുള്ള ചില രാജ്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഇറാനെ പിന്തുണച്ചിരുന്നെങ്കിലും പിന്നീട് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മുകളിൽ തന്നെ ആക്രമണങ്ങൾ വരുമ്പോൾ, സമ്പന്നമായ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മുകളിൽ ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് അത് തിരുത്തി പറയുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോൾ ഇറാൻ ആഗോളതലത്തിൽ ഒറ്റപ്പെടുന്ന ഒരു കാഴ്ച, മുസ്ലിം ബ്രദർഹുഡ് പോലും ഇറാനെ തള്ളിപ്പറയുന്ന ഒരു കാഴ്ച, ആകെ ഇറാന് പിന്തുണ അറിയിക്കുന്നത് കടുത്ത അമേരിക്ക വിരോധികളായിട്ടുള്ള നോർത്ത് കൊറിയ, റഷ്യ പോലെയുള്ള രാജ്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ആഗോളതലത്തിൽ ഇറാൻ ഒറ്റപ്പെടുകയാണ്. ഈ മുസ്ലിം ബ്രദർഹുഡിൽ നിന്ന് പോലും ഇറാൻ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അതിന് പിന്നാലെ ഇന്ന് ചേരുന്ന GCC കൺട്രികളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം അത് അതീവ നിർണായകമായി മാറുകയാണ് ഈ ഘട്ടത്തിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്തരമൊരു യോഗമുണ്ടാവുകയും ആ യോഗത്തിന് പിന്നാലെ GCC രാഷ്ട്രത്തലവന്മാരുടെ ഒരു യോഗത്തിനുള്ള സാധ്യത കൂടി ഘട്ടത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു സംയുക്തമായ തിരിച്ചടിക്ക് GCC രാഷ്ട്രങ്ങൾ തയ്യാറെടുക്കുന്നുവെന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പോഴും നമ്മൾ കാണേണ്ടത് അതിന് മുന്നോടിയായിട്ടാണോ ട്രംപ്, അമേരിക്ക തങ്ങളുടെ വിവിധ സ്ഥലങ്ങളിലുള്ള സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് അമേരിക്കൻ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് ഒഴിയാൻ ആവശ്യപ്പെടുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കേണ്ടി വരും. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലൂടെ പോവുകയാണ്. ഒരു വശത്ത് ഇറാനിൽ രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരതയിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴും ഏതെങ്കിലും വിധത്തിൽ ആ രാജ്യത്തെ നിലവിലുള്ള ഭരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളും ഇറാൻ നടത്തുന്നുണ്ട്. ഇറാൻ്റെ ഇപ്പോൾ അവസാനിക്കുന്ന ചെയിൻ ഓഫ് കമാൻഡിൽ നിന്ന് പ്രാദേശിക തലങ്ങളിലുള്ള ഗവർണർമാർക്കും മറ്റ് അധികാര കേന്ദ്രങ്ങൾക്കുമൊക്കെ പൊതുജീവിതം അതിനെ ഒരു ഓർഡറിൽ നിലനിർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട്. തങ്ങളുടെ മേഖലകളിലെ കാര്യങ്ങൾ നിയന്ത്രിക്കണം, അവിടുത്തെ പൊതുജീവിതം, അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാനിലെ നിലവിലുള്ള റജീമിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള എതിരഭിപ്രായങ്ങളോ പ്രതിഷേധങ്ങളോ പ്രൊട്ടസ്റ്റുകളോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ മുളയിലേ നുള്ളാനുള്ള നിർദ്ദേശങ്ങളും പ്രാദേശിക തലത്തിലുള്ള ഭരണകൂടങ്ങൾക്ക് ഇറാനിലെ ഇപ്പോഴവശേഷിക്കുന്ന ചെയിൻ ഓഫ് കമാൻഡ് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും പുതിയ താൽക്കാലിക സമിതി കൂടി ഇപ്പോൾ ഈ അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങൾ തന്നെ അവസാനിപ്പിക്കുന്നതിന് ഇറാൻ മുൻകൈ എടുക്കുമെന്നുള്ളതിൽ തർക്കമില്ല. എന്തായാലും ഇറാനിലും ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. ടെഹ്റാനിൽ അരമണിക്കൂർ മുൻപാണ് ഏതാണ്ട് 7 കേന്ദ്രങ്ങളിൽ ഒരേ സമയം ആക്രമണം നടന്നത്. അതായത് നേരത്തെ ഇപ്പോൾ ഒരു നഗരത്തിൽ പലയിടങ്ങളിലായി ചില ആക്രമണങ്ങൾ ഉണ്ടാവുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ടെഹ്റാൻ കേന്ദ്രീകരിച്ച് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഈ ആക്രമണങ്ങൾ നേരത്തെ ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിട്ടതുപോലെ ഇറാനിലെ ശേഷിക്കുന്ന ചെയിൻ ഓഫ് കമാൻഡിനെ, ടോപ്പ് ലീഡർഷിപ്പിനെ ലക്ഷ്യമിട്ടുള്ളതാകാനാണ് സാധ്യത. ടെഹ്റാൻ പോലെ ഏറ്റവും നിർണായകമായ നഗരത്തിൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടക്കുമ്പോഴും അത് പ്രതിരോധിക്കാൻ ഇറാന് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇറാന്റെ സൈനിക ശേഷിക്ക് കൂടുതൽ കോട്ടം വന്നുകൊണ്ടിരിക്കുന്നു എന്നുകൂടി ഘട്ടത്തിൽ വിലയിരുത്തുന്നു. അതോടൊപ്പമാണ് ചില ആക്രമണങ്ങൾ ഇറാൻ നടത്തുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ച് ഇറാന്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടി ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ആക്രമണങ്ങൾ നടത്തുകയാണെങ്കിൽ പോലും ആ ലക്ഷ്യം കൃത്യമായി ഭേദിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും ഇതുകൊണ്ടാകാനാണ് സാധ്യത. നേരത്തെ സൈപ്രസിലെ UK സൈനിക ആസ്ഥാനത്തിന് സമീപത്ത് വരെ അവരുടെ ആക്രമണങ്ങൾ ഉണ്ടായി. അത് ബ്രിട്ടൻ്റെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി പറഞ്ഞത് ഈ ആക്രമണങ്ങളുടെ ഒരു സ്വഭാവം എന്നുള്ളത് ഒരു കൃത്യമായ കേന്ദ്രത്തിലേക്കുള്ള ആക്രമണങ്ങളല്ല, ഒരു സൈന്യത്തിൻ്റെ ഒരു ആക്രമണത്തിൻ്റെ ഒരു രീതിശാസ്ത്രം അനുസരിച്ചോ ഉള്ള ആക്രമണങ്ങളല്ല, വളരെ സ്കാറ്റേഡ് ആയിട്ടുള്ള പ്രത്യേക ലക്ഷ്യങ്ങളില്ലാതെയുള്ള ആക്രമണങ്ങൾ പോലും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇറാൻ്റെ ചെയിൻ ഓഫ് കമാൻഡിന് വന്നിരിക്കുന്ന തകർച്ച, അവരുടെ സൈനിക സംവിധാനത്തിനുണ്ടായിരിക്കുന്ന തകർച്ച, അത് ഈ ആക്രമണങ്ങളെ പോലും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൃത്യമായ ലക്ഷ്യങ്ങളിലേക്കോ കൃത്യമായ രീതിയിലേക്കോ അല്ല പലപ്പോഴും ഇറാൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുള്ളത് എന്നുള്ളതാണ്. ഇതിനിടയിൽ ഒമാൻ അടുത്തുള്ള തീരത്തോടുത്തുള്ള ഒരു കപ്പലിന് നേരെ ഒരു എണ്ണ ടാങ്കറിന് നേരെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ 15ഓളം ഇന്ത്യക്കാരുണ്ടായിരുന്നു, അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് അവസാനമായി വന്നിട്ടുള്ള വിവരം. അപ്പോൾ നേരത്തെ ഇറാൻ പറഞ്ഞിരുന്നു ഈ മേഖലയിൽ ഏതെങ്കിലും രീതിയിലുള്ള കപ്പലുകൾക്ക് തങ്ങൾ പോകാൻ, അതായത് ഇന്ധന ടാങ്കറുകളടക്കമുള്ളവർക്ക് സുഗമമായ യാത്ര തൽക്കാലം തങ്ങൾ നൽകും, അതിലേതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകില്ല എന്നുള്ള കഴിഞ്ഞ ദിവസത്തെ ഈ പൂർണ്ണമായും ഹോർമുസ് സ്ട്രെയ്റ്റ് അടച്ചു എന്നുള്ള വാദത്തിന് പുറത്തേക്ക് തങ്ങൾ ഇപ്പോൾ തൽക്കാലം അത്തരം ഗതാഗതങ്ങൾ അനുവദിക്കുന്നു എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചെങ്കിലും അതിന് വിരുദ്ധമായി എണ്ണ ടാങ്കറുകളെ അടക്കം ആക്രമിക്കുന്ന ചില നിലപാടുകളും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതും തങ്ങളുടെ വളരെ കാലത്തെ സൗഹൃദമുള്ള ഒരു രാജ്യമായിട്ടുള്ള ഒമാൻ തീരത്താണ് ഈ ആക്രമണം നടന്നതെന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. നേരത്തെ ഇറാനുമായി സൗഹൃദം പുലർത്തിയിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ ഇറാനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ മുസ്ലിം ലോകത്താകെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇറാനെതിരെയുള്ള
നീക്കങ്ങൾ GCC രാജ്യങ്ങൾ തന്നെ ആലോചിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇനി GCC രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക്, ഒരു ഓപ്പൺ വാർഫെയറിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള സംശയങ്ങളും ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ്. രോഹിണി. ശരി പ്രജിത്ത്, എന്തായാലും ഇനി വരും മണിക്കൂറുകളിലും പോരാട്ടം കടുക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. ഖമനേയ്ക്ക് താൽക്കാലിക പിൻഗാമി ആയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡിനും പുതിയ തലവൻ വന്നിരിക്കുകയാണ്. ഇറാൻ പ്രത്യാക്രമണം തുടരുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇറാൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം, GCC രാജ്യങ്ങൾ ഉൾപ്പെടെ ഇറാനെ തള്ളിപ്പറയുന്ന സാഹചര്യം നിലവിൽ ഉടലെടുത്തിരിക്കുകയാണ്. പുതിയ ഭരണ ചുമതലയുള്ളവരെ ഏതു രീതിയിലായിരിക്കും ഇനി ഇസ്രായേലും US കൈകാര്യം ചെയ്യുക എന്നുള്ളതും കാണേണ്ടത് തന്നെയാണ്. നമുക്ക്